Welcome to my YouTube channel Little Master. I am Amil Sobin. ഇന്ന് ഞാൻ ഒരു സയൻസ് റിലേറ്റഡ് എക്സ്പെരിമെന്റ് കൊണ്ടാണ് വരുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഡൈനാമോ എന്താണെന്ന് അറിയാം, എനിക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പണ്ടൊക്കെ ഓരോരോ മെഷീൻസിലും പിന്നെ സൈക്കിളിൻ്റെ ലൈറ്റിലൊക്കെ നമ്മൾ ഡൈനാമോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെയാണ് നമുക്ക് റീചാർജബിൾ ലൈറ്റ്സ് ഒക്കെ വന്നത്. പക്ഷെ ഇപ്പോഴും ചില മെഷീൻസിലൊക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു ഡൈനാമോയുടെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ സ്കൂൾ എക്സിബിഷനിലും ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് വർക്കിലൊക്കെ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കും സ്പെഷ്യലി ഇത് ഉണ്ടാക്കാം. അത്രയ്ക്കും ഇങ്ങനെ വോൾട്ടേജോ അല്ലെ ഇലക്ട്രിസിറ്റി അത്രയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ പേരൻസിൻ്റെ ഗൈഡൻസ് ഇല്ലാണ്ട് ചെയ്യരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ആദ്യം തന്നെ ഒരു 2 മോട്ടർ വേണം. അപ്പോൾ 2 മോട്ടറിൽ എനിക്കിവിടെ കിട്ടിയത് മോട്ടറെല്ലാം ഇങ്ങനെ ടോയ്സിൻ്റെ അങ്ങനെ എനിക്ക് കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കേടായി പോകുന്ന സമയത്ത് അതിൻ്റെ ഇതെല്ലാം ഊരെടുത്ത് വെച്ചേക്കുന്നതായിരുന്നു, ഒരു ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബാറ്ററീസ് ആണ്. ഇപ്പോൾ പിന്നെ ഒരു ബാറ്ററി ബോക്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബാറ്ററീസ് ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു സ്വിച്ചിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ സ്വിച്ച് എടുക്കാം, അല്ലെങ്കിൽ ഇത് റിക്വയർഡ് അല്ല. പിന്നെ നിങ്ങൾക്ക് ബൾബും വേണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കേടായ ബൾബിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ പേനേൻ്റെ റീഫില്ലും വേണം. നമ്മളിത് റീഫിൽ ഉപയോഗിക്കുന്നത് 2 മോട്ടറും കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് സേഫ്റ്റി എടുക്കണം. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ എടുക്കുന്ന സമയത്ത് പേരൻസിന് ഹെൽപ്പോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ബാറ്ററീസ് ഉപയോഗിക്കുമ്പോൾ പോലും. പക്ഷെ ബാറ്ററി അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഭയങ്കര വോൾട്ടേജിൻ്റെ അല്ല, നോർമലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പേരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരിക്കലും ചെയ്യരുത്. എൻ്റെ പേരൻസിൻ്റെ ഹെൽപ്പോടെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേരൻസിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ മോട്ടോഴ്സ് നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ രണ്ടും കൂടെ നമ്മുടെ പേനേൻ്റെ റീഫിൽ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഞാനിതിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആകെ 2 മോട്ടറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആദ്യം തന്നെ നമ്മുടെ മോട്ടർ എടുക്കണം. നമ്മൾ കറക്കാൻ പോകുന്ന മോട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പേനേൻ്റെ റീഫിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത മോട്ടറും കൂടെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഗണ്ണിൻ്റെ ഹെൽപ്പോടെ ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ മോട്ടർ. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്വിച്ചിലെ ആദ്യം തന്നെ നമ്മുടെ ഒരു കണക്ഷൻ്റെ വയറ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നമ്മുടെ ബാറ്ററി ബോക്സിലേക്ക് ബാറ്ററീസ് ഇട്ട് കൊടുക്കണം. നമ്മളിത് അടച്ചതിന് ശേഷം നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിനകത്ത് ഒരു കണക്ഷൻ സ്വിച്ചിലേക്കും ഒരു കണക്ഷൻ നമ്മുടെ മോട്ടറിലേക്കും കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ബാറ്ററിയിലേക്ക് സ്വിച്ചൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ജോയിൻസ് ഒന്നും തമ്മി മുട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ജോയിൻസ് ഒക്കെ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ പെൻസിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് ഇവിടെ ഉറപ്പിക്കാം. നമ്മൾ ബാറ്ററി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ചും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
ഞാൻ സ്വിച്ചും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഒരു മോട്ടറിൻ്റെയും മറ്റു മോട്ടറിൻ്റെയും തമ്മിലുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കിവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുമ്പ് പുറത്തോട്ട് വെച്ചപ്പോൾ അത് കറങ്ങുന്നുണ്ട്, ശരിയാവാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കൂടെ കയറ്റി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറങ്ങുമോ നോക്കാം. ഇത് കറങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബൾബ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 2 ബൾബാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത് സ്പെഷ്യലായിട്ട് നിങ്ങളുടെ പേരൻസിനോട് മാത്രമേ ചെയ്യിക്കാൻ പാടുള്ളൂ. എൻ്റെ പേരൻസാണ് ഇതെനിക്ക് കണക്ട് ചെയ്തത്. ഇപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഫ്രണ്ട്സ്, ഇതുണ്ടോ, നമ്മൾ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, 2 ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു കണക്ഷനും ഇല്ല. ഡയറക്റ്റായിട്ട് മോട്ടർ ഇങ്ങനെ വെച്ചിട്ടാണ് മോട്ടറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിത് ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ കാണുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. നിങ്ങൾക്കിത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ഡൈനാമോനെ പറ്റിയും എന്താണ് ഡൈനാമോ എന്ന് നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഇങ്ങനെ ടോയിൻ്റെയും ഇങ്ങനെ പഴയ ടോയ്സിൻ്റെയൊക്കെ മോട്ടറും കൊണ്ട് എങ്ങനെയാണ് ഒരു സിമ്പിളായ ഡൈനാമോൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത്. പിന്നെ ഇത് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, കറണ്ട് അടിക്കുകയോ അങ്ങനെ ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ വളരെ ലോ വോൾട്ടേജ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ കറണ്ടൊന്നും അടിക്കത്തില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇവിടുന്നുള്ളതാണ് ജോയിന്റ്. ഞാൻ കൊടുക്കുന്നത് ഇവിടുന്ന് ബാറ്ററി കണക്ഷൻ ഒരു മോട്ടറിലേക്ക് കൊടുത്തിട്ട് ആ മോട്ടർ നമ്മൾ പേനൻ്റെ റീഫിൽ വെച്ചിട്ട് വേറെ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ മോട്ടർ കറങ്ങുമ്പം ഈ മോട്ടർ കറങ്ങിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസും ഡൗട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട്.